ഐറ്റം വേറെ കിഡിലോസ്കി ഐറ്റം വെൽക്കം ചെയ്യട്ടെ. സോ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീജു, അനീഷ് പാപ്പാല ആൻഡ് ശാലിനി. വേറെ ഓട്ടം പോവോ? ഓട്ടം പോകൂല. പിന്നെ എന്തിനു വിട്ടേക്കണ്? കാണാൻ അങ്ങനെയാണെങ്കിൽ മ്യൂസിയത്തിൽ കൊണ്ടുപോടാ. എന്റെ വണ്ടി മ്യൂസിയത്തിൽ കൊണ്ടുപോയിക്കണോ അല്ലെ വിൽക്കണോന്ന് ഞാൻ തീരുമാനിക്കും. നീ ആരാ? നീ ആര്? എവളെന്തിനായിരുന്നു വിളിക്കുന്നത്? ഹലോ ഹലോ, ആ നീ ഇതെവിടെയാ? ഞാൻ എവിടെ ആയിരിക്കും? എവിടെയാന്ന്? എടി എവിടെ ആയിരിക്കും? എവിടാ? ഓട്ടോ സ്റ്റാൻഡില്. ഒറ്റ ആളെ വിശ്വസിച്ചിട്ട് ഇരുന്ന് എന്നെ പറഞ്ഞാ മതിയില്ലേ? എന്തു പറ്റി? ഒരു താല്പര്യമില്ലാത്ത കല്യാണത്തിന് നീ ഒരുങ്ങിക്കൊണ്ടിരിക്കണേ. നീ വന്ന് കൊണ്ടുവന്ന് പറഞ്ഞിട്ടല്ലോടാ ഞാനിവിടെ ഇരിക്കണത്. എന്റെ കയ്യിൽ വേറൊരു പ്ലാൻ ഉണ്ട്. എന്ത് പ്ലാൻ? എടി ഇപ്പൊ മണി 9:30 ആയുള്ളൂ. 9:55 ഞാൻ ഇവിടുന്ന് ഓട്ടോ എടുക്കും. കതിർ മണ്ഡപത്തിലേക്ക് ഓട്ടോ ഇടിച്ചു കയറ്റി ഒരു കറക്ക് നേരെ നിന്നെ എടുത്ത് ഓട്ടോക്കകത്തിടുന്നു. ഒറ്റ വരവ്. ഇതൊക്കെ നടക്കണ്ടേ? നടക്കാത്തത് ഞാനല്ലേ ചെയ്യുന്നത്. നീ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. നീ എന്തായി ചെയ്യാൻ പോണേ? പന്നിയും കഥ കൂട്ടമ്മ വരും. സിംഗിളാത്ത അതുകൊണ്ട് നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ വന്നോളാം. അപ്പോഴേ വരുമ്പോ തന്നെ റെഡിയായി നിൽക്കണം. വേറൊന്നുമല്ല കാര്യം, എനിക്ക് അവിടെ വന്നിട്ട് നിന്ന് തിരിയാനുള്ള സമയമില്ല. ഓട്ടോ കറക്കി നിന്നെ കയറ്റിക്കൊണ്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പൊ ഞാൻ നേരെ മണ്ഡപത്തിലേക്ക് താലൂക്ക് ആശുപത്രിയിലോട്ട്. മണ്ഡപത്തിലേക്ക് താലൂക്ക് ആശുപത്രിയിലോട്ട്. മണ്ഡപത്തിലേക്ക് താലൂക്ക് ആശുപത്രിയിലോട്ട്. ഒരു മിനിറ്റ്. ഇതാര്? താലൂക്ക് ആശുപത്രിയിലോട്ട്. മണ്ഡപത്തിലോട്ട് പോകണം. താലൂക്ക് ആശുപത്രി പോകണമെന്ന്. ഓട്ടം ഇറങ്ങി. എനിക്ക് വേറെ ആവശ്യമുണ്ട്. വേറെ ആവശ്യം? ഓ എനിക്ക് ഒരു സ്ഥലം വരെ പോകണം, അതാണ് അത്യാവശ്യം. ഒരു സ്ഥലത്തും പോകുമ്പോൾ എനിക്ക് അതിലും വലിയൊരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കിപ്പോ ഇവിടുന്ന് വണ്ടി കൊണ്ട് പോകാം. നീ ഓടാൻ വേണ്ടി ഇട്ടേക്കണല്ലേ ഇവിടെ? ഓടാൻ വേണ്ടി വിട്ടേക്കണെന്ന് പറഞ്ഞാൽ എനിക്ക് കാര്യമുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഓട്ടം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യണമായിരുന്നു. ഇവിടെ വിളിച്ച് ബുക്ക് ചെയ്യുന്ന പറഞ്ഞാൽ മൊബൈൽ റബ്ബറിന്റെ ഇടയിലായി പോയി, അതല്ലേ? നിങ്ങൾ എന്തിനാ റബ്ബർ ഓട്ടാൻ പോകുമ്പോൾ മൊബൈൽ കൊണ്ട് കളയുന്നതെന്ന്? അങ്ങനെയല്ലെന്ന്. അതാണ് എന്റെ മൊബൈല് ഈ 2 റബ്ബറിന്റെ ഇടയിലായി പോയി, വിളിക്കാൻ പറ്റില്ല, അതല്ലേ? അതൊന്നും പറഞ്ഞ കാര്യമില്ല. ഈ ഓട്ടോ ഇപ്പൊ എനിക്ക് വേറെ സ്ഥലം വരെ പോകാൻ പറ്റില്ല. മക്കളെ പോയാ അത്യാവശ്യം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ഒന്നാമത്. എന്നെ ഇഷ്ടപ്പെടാത്തത്? എനിക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ നിന്നെ പെണ്ണാണ് വന്നതല്ല. എനിക്ക് ആട്ടോ ഓടിക്കണമെങ്കിൽ എനിക്ക് ഒരാൾ ഇഷ്ടപ്പെടണം. എന്നെ എന്തുകൊണ്ട് ഇഷ്ടമല്ല? എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് നിങ്ങളുടെ ഒന്നാമത്തെ കാര്യം എന്റെ ആട്ടോ നിങ്ങൾ വലതുകാലം വെച്ചാണ് കയറിയത്. അത്രേ ഉള്ളൂ. ഇത് പറയണ്ടേ? ആട്ടോ പൊളിച്ചെടുക്കാനായിട്ട് ഇടതുകാലം കയറാൻ പറ്റൂല. അതുകൊണ്ടല്ലേ പറഞ്ഞത് എനിക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടല്ലേ കാര്യം പറയണ. നിങ്ങളെ ജുബ്ബ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇനി ആദ്യം പിടിച്ചു വേണ്ട. എനിക്ക് ഈ ആട്ടോ കൊണ്ട് പോകാൻ പറ്റൂല. അത് കാണുമല്ലോ. എന്താ ആട്ടോ എടുത്തോണ്ട് പോകും. പാശം പഴുതിയൊക്കെ നിന്റെ വീട്ടിൽ പറയുന്നു. എന്നാ പിന്നെ കാണണമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കാണാം. നെഞ്ചിൽ കുടിയിരിക്കും. അല്ല, എന്റെ നെഞ്ചത്തോടെ നീ വണ്ടി കയറ്റി കാണാല്ലോ. നെഞ്ചെന്ന് പറഞ്ഞിട്ട് കാലല്ലേ ഉള്ളൂ. കാല് കയറിട്ട് നിന്റെ വണ്ടി ടയർ പഞ്ചറാവട്ടെ. അതങ്ങനെ പഞ്ചറാവും. എന്റെ കാല് മൊത്തം ആണിയാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കാനുള്ളതെന്ന് പറയുമ്പോ നിങ്ങളുടെ പ്രായത്തിലുള്ളൊരു മോൻ, നിങ്ങളുടെ പ്രായത്തിലുള്ളൊരു മോൻ ഞാൻ ഇതുപോലെ നിങ്ങൾക്കൊരു മോനില്ല. അവനിങ്ങനെ ഒരു അവസ്ഥ വന്ന് എന്ത് ചെയ്യും? മക്കളെ, എനിക്ക് മക്കളില്ല. എങ്ങനെ മക്കളോ? ഈ ആട്ടയുടെ ഫ്രണ്ടിലും ട്രെയിനിന്റെ ഫ്രണ്ടിലും ഒക്കെ അല്ലേ പോയി കിടക്കുന്നത്. അതല്ല തൽക്കാലം നമുക്ക് ഇവിടുന്ന് പോണം. എനിക്ക് ഇവിടുന്ന് പോണം. നീ എങ്ങനെ പോണം? കാണണം. അങ്ങനെ എന്തിയാ പോണെന്ന ദണ്ടകരല്ല നീ പോവള്. മനുഷ്യനെ മനസ്സമാധാനമായിട്ട് ഒരിടത്ത് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ മുതിർന്ന പൗരൻ തൊട്ടതേ ഉള്ളൂ ഞാനേ മാമ ഞാൻ തൊട്ടേ ഉള്ളൂ. നിങ്ങളാ മാമച്ചി, ഞാൻ തൊട്ടത്. മാമ ചിരിക്കാൻ ചെയ്യും. മാമച്ചി എന്തൊരു കട്ടോന്ന്. ഓരോന്ന് തീരുമ്പോ ഓരോന്ന് തുടങ്ങും. ഇനിയിപ്പോ ഞാൻ അങ്ങോട്ട് വരാതിരിക്കല്ലേ? നീ എന്തിനിപ്പോ ഓടി ഇങ്ങോട്ട് വന്ന് ആ ത്രില്ല് കളഞ്ഞില്ലേ? ഇതാകുമ്പോ ഞാൻ ഓട്ടോയിൽ വന്നിട്ട് ഒരു കറക്ക് നിന്നെ എടുത്ത് ആട്ടോയിട്ട് കൊണ്ടുവരില്ലേ? ആ ത്രില്ല് കളഞ്ഞില്ലേ? ഇപ്പൊ ഞാൻ ഇവിടെ ആര് കാണാതിരിക്കുന്നു? ഇവിടെ 10 പേര് കാണുമായിരുന്നു ഈ പരിപാടി കണ്ട. എന്ത് കഷ്ട വന്നു പറഞ്ഞു. നീ ഇത് വരുന്ന കാര്യം ആരോടെങ്കിലും പറഞ്ഞാ? അമ്മമ്മോട് പറഞ്ഞിട്ടാ വന്നേ. എന്ത് കട്ട വന്നു. നീ എന്തിനാ അമ്മമ്മയുടെ അടുത്തൊക്കെ പറയാൻ പോയെന്ന്? അമ്മമ്മ എവിടേക്ക് ഒരു ടൂർ പോകുമ്പോഴും കൂടി പോയിട്ടില്ല. അമ്മമ്മ കൊണ്ടുപോയി ഞാനല്ലേ ഉള്ളൂ.
അമ്മൂമ്മയെ കൊണ്ടുപോകണം. എടി ഞാൻ ഈ വാങ്ങിച്ചിട്ട് ട്രാവലർ അല്ല, ആട്ടോറിക്ഷയാണ് അമ്മൂമ്മയൊക്കെ കൊണ്ട് കറങ്ങി കിടക്കാൻ. ഒന്നാമത് എനിക്ക് നിന്റെ അമ്മൂമ്മയെ കണ്ടുകൂടാ. പണ്ടൊരിക്കൽ ഞാൻ എവിടെ വീട്ടിൽ പെണ്ണാലോചിച്ച് ഞാൻ ചെന്ന് പട്ടാ പകല് ചെന്ന സമയത്ത് അകത്ത് DJ നടക്കുന്നു. ഞാൻ വിചാരിച്ചു DJ ഉള്ള പെടുന്ന കഥ ഓർന്ന് നോക്കിയപ്പോൾ എവിടെ അമ്മൂമ്മ ആശം വന്നിട്ട് അങ്ങനെ വലിച്ചോണ്ടിരിക്കാൻ അമ്മൂമ്മ. എവിടെ അമ്മൂമ്മ? എന്റെ അമ്മമ്മ പറയുന്ന എനിക്ക് എന്ത് യോഗ്യതയുണ്ട്? ഇവന്റെ വീട്ടിലേക്ക് ഞാൻ പോയപ്പോഴേ അമ്മമ്മ എവിടെ ചോദിച്ചു. ഇവനെ റൂം കാണിച്ചു പറഞ്ഞാൽ അതിന്റെ ഉള്ളിലുണ്ട് അമ്മമ്മ. ഞാൻ അവിടെ പോയി നോക്കിയപ്പോ കട്ട പോക, മൊത്തം പോക. വയസ്സായ ആളല്ലേ, വല്ല സ്റ്റീം ബാത്തിനും കയറിയൊക്കെന്ന് വിചാരിച്ചു. എന്റെ അമ്മമ്മ ബീഡി വലിക്കായിരുന്നു. എന്റെ അപ്പൂപ്പന്റെ ഓർമ്മയ്ക്കാണ് അമ്മൂമ്മ ബീഡി വലിക്കുന്നത്. എന്റെ അപ്പൂപ്പൻ ബീഡി വലിക്കായിരുന്നു. ഇല്ല, അമ്മൂമ്മ വലിക്കുന്ന പുക ശ്വസിച്ച് അപ്പൂപ്പ മേളിലോട്ട് പോയി. ആ ഓർമ്മയ്ക്കല്ലേ അമ്മൂമ്മ ബീഡി വലിക്കുന്നത്. അതാണ് കുടുംബം. എനിക്ക് നന്നോടെ ഞാൻ ഇത്ര കോള് വിളിച്ചപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്നാലും പറയാ, ആ കല്യാണം കഴിക്കാൻ പോണപ്പോ ചെക്കൻ 4-5 പവന്റെ താലിമാല പറഞ്ഞിട്ടുണ്ടാ. അതൊന്നല്ല, 5 വർഷത്തെ പ്രണയം. എനിക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല. നീ എന്റെ കഴുത്തിൽ കെട്ടുന്നത് എന്തായാലും എനിക്കത് മതി. എന്റെ നിവർത്തി വെച്ചിട്ട് എന്റെ ക്ലച്ച് കേബിൾ മാത്രമേ ഉള്ളൂ കേട്ടാ, വേറെ ഒന്നുമില്ല. അത് വേണം ഞാൻ കെട്ടിത്തരാം. പിന്നെ ബാക്കിയൊക്കെ വഴിയെ നടക്കും പോലെ നടക്കട്ടെ. നമുക്ക് പോവാ. ഇവിടെ നിന്ന് കറങ്ങിയിട്ട് കാര്യമുണ്ടോ? എന്തോ ഒരു സമാധാനക്കേടാടാ. നീ എന്തെങ്കിലും പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ടോ? എന്താ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ടോ? എന്തോ ഒന്നുമില്ലെങ്കിലും വേണ്ടില്ല. എനിക്ക് ആകെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഉണ്ണിമാമയാ. ഉണ്ണിമാമയെങ്കിലും ഒന്ന് കണ്ടിട്ട് അനുഗ്രഹം മേടിച്ചിട്ട് പോകണമെന്നുള്ള ഒരു ഒറ്റ താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ണി മാമനൊക്കെ നമുക്ക് കല്യാണം കഴിഞ്ഞിട്ടാലും വന്ന് കാണാലോ. നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്? എനിക്കറിയാലോ, 4-5 വയസ്സ് വരെ മാത്രം അച്ഛനും അമ്മീനെ നോക്കിയിട്ടുള്ളൂ. ബാക്കി എന്നെ പൊന്നു പോലെ നോക്കിയത് എന്റെ ഉണ്ണിമാമയാ. സംഭവം ശരി. ഉണ്ണിമാമനെയൊക്കെ നമുക്ക് പിന്നെ പോയി കാണാം. ഇപ്പൊ ഈ ഉണ്ണിമാമനെ നീ പറഞ്ഞപ്പോഴും സത്യം പറഞ്ഞാൽ എനിക്ക് സ്നേഹം തോന്നുന്നുണ്ട് മാമന്റെ അടുത്ത്. അത് മാത്രല്ല, ഉണ്ണിമാമ ഇന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഒരു കല്യാണം കൂടി കഴിച്ചിട്ടില്ല. 10 പൈസ പോലും ഉണ്ണിമാമ ഒരു കൂട്ടി സമ്പത്ത് മുഴുവൻ എടുത്തേക്ക് എനിക്ക് വേണ്ടിട്ട് കല്യാണത്തിന് ഗിഫ്റ്റും കൊണ്ട് വരാ പറഞ്ഞ. എനിക്കൊന്നും അങ്ങനെയുള്ള മാമനെ ഇല്ല. ഉണ്ണിമാമനൊക്കെ എനിക്കും കാണാൻ സന്തോഷമുണ്ട്. അത്ര സ്നേഹമാണ് എനിക്ക് ഉണ്ണിമാമന്റെ. ഉണ്ണിമാമന്റെ ഫോട്ടോ ഞാൻ ഡിസ്പ്ലേ ഇട്ടുണ്ട്, നോക്ക്. ഒന്ന് നോക്കട്ടെ. ഞാൻ വാട്സാപ്പിൽ തരാം പുതിയ ഫോട്ടോ. ഈ മുഖത്തൊക്കെ നോക്കി മടിയിൽ വെച്ച് കൊഞ്ചിക്കാൻ തോന്നില്ല എന്റെ ഉണ്ണിമാമ. ഞാൻ 5 വർഷം അയ്യോ ഇതാ ഉണ്ണിമാമൻ. എനിക്ക് ഉണ്ണിമാമ കണ്ട അനുഗ്രഹം വാങ്ങാണ്ട് വരാൻ പറ്റില്ല. അതിപ്പോ കല്യാണത്തിന് വരുന്ന വഴിക്ക് എന്തെങ്കിലും പറ്റിക്കാണോ? ഇല്ലെങ്കിൽ പിന്നെ എപ്പോഴേ എത്തേണ്ടല്ലേ ആള്. എന്ത് വർത്താനം നീ പറയണേ? എനിക്ക് ഉണ്ണിമാമയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള അത്രയും വഴിയാക്കി വെച്ചിട്ട് ഉണ്ണിമാമ വരണേ. ഞങ്ങൾ എന്നെ ഇപ്പൊ ഒരു വഴിയാക്കിയതുകൊണ്ട് ഉണ്ണിമാമ ഇപ്പൊ ഇല്ലാതായത്. ഒരു സത്യം പറഞ്ഞാൽ എന്റെ അടുത്ത് പറ്റുമ്പോ തോന്നുന്നു. എന്ത്? എന്റെ ഈ കൈകൾ കൊണ്ട് നിന്റെ ഉണ്ണിമാമ എത്രയായി 140 രൂപ. കേട്ടോ 500 ഓ ശരി. ആ മക്കളെ ഉണ്ണിമാമത്തി. പിന്നെ ശാരദ, സുമതി, കാർത്തികേയൻ, രമണി അവരൊക്കെ ഇവിടെ പന്തിയൊക്കെ കഴിഞ്ഞായിരുന്നോ? എല്ലാവരും അവിടെ ഉണ്ട്. ഉണ്ണിമാമ എന്താ ഇവിടെ? എത്തിയില്ലേ? താലൂക്ക് ആശുപത്രിയാ? അപ്പൊ നീ എന്നെ കൊണ്ടുപോയില്ലേ? നിങ്ങൾ താലൂക്ക് ആശുപത്രി അല്ല പറഞ്ഞു. നിങ്ങൾ താലൂക്ക് ആശുപത്രി പോണേ. താലൂക്ക് ആശുപത്രി എന്ന് പറഞ്ഞു. നിങ്ങൾ മണ്ഡപത്തിൽ പോകുന്ന ആളല്ലേ? എടാ, താലൂക്ക് ആശുപത്രിയുടെ അടുത്തല്ലേ മണ്ഡപം? ഈ മണ്ഡപത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അതല്ലേ താലൂക്ക് ആശുപത്രി പറഞ്ഞത്? എങ്കിൽ പിന്നെ മണ്ഡപം താലൂക്ക് ആശുപത്രി എന്നും പറയണം. ഈ പഞ്ചായത്തിൽ 5 മണ്ഡപമുണ്ട്. താലൂക്ക് ആശുപത്രി ഒന്നേ ഉള്ളൂ. അവിടെ അടുത്തുള്ള മണ്ഡപമാണ് ഈ മണ്ഡപം. ഇതൊക്കെ ഞാൻ നിന്റെ അടുത്ത് പറയുന്നത്. ഈ മക്കളെ, ഇത് ആദ്യമായിട്ടാണ് കേട്ടാ ഒരാളെ കല്യാണത്തിന് വിളിച്ച് അവിടെ വന്നില്ലെങ്കിൽ കല്യാണം പറഞ്ഞ് പെണ്ണ് വെളിയിൽ ഇറങ്ങി ആളെ പോയി തപ്പിക്കൊണ്ട് വരണത്. സത്യം ഇതൊക്കെ പറഞ്ഞിട്ടില്ല. സ്വകൃത്തം ക്ഷയം വരുന്നില്ലേ? എനിക്കുണ്ട്. ഉണ്ണിമാമോട് മാത്രം പറയാനുള്ള ഒരു കാര്യം. അനുഗ്രഹം വേണോ? അനുഗ്രഹം വേണോ നിനക്ക്? അനുഗ്രഹം വേണോ? അതല്ല, അനുഗ്രഹം തന്നിരിക്കുന്നു. നിന്റെ അനുഗ്രഹം 3 ടയറുള്ള വണ്ടിയാണ് ഞാൻ. അതുകൊണ്ട് നടക്കണല്ലേ ഒരു പ്രായമായുള്ള അനുഗ്രഹം. അങ്ങനെയാണെങ്കിൽ നീ ഏതെങ്കിലും ഒരു ദേവീക്ഷേത്രത്തിൽ പോയി ചരട് വാങ്ങിച്ച് ജപിച്ച് അരയെ കെട്ട്. അതൊക്കെ ഞാൻ കെട്ടിക്കോളാം. ഇത് ഞാനാ ഇതൊക്കെ? ഉണ്ണിമാമ, ഞാൻ എനിക്കൊരു കാര്യം പറയാണ്ട്. എനിക്ക് ഉണ്ണിമാമോട് മാത്രമേ പറയുള്ളൂ. ഉണ്ണിമാമ വീട്ടിലാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പ്രതീക്ഷിച്ചിട്ട് വന്നാ. എനിക്ക് ഒരാളോട് ഇഷ്ടമുണ്ട്. ഈ കല്യാണത്തിന് എനിക്ക് തീരെ താല്പര്യമില്ല ഉണ്ണിമാമ. മാമേ, ഉണ്ണിമാമേ, നിന്റെ അച്ഛൻ വിശ്വംബരം അറിഞ്ഞാണ്ടല്ലോ എന്റെ പെടലുവാക്കി തരും. നിനക്ക് അറിഞ്ഞൂടാ അവന്റെ അടി. ഉണ്ണിമാമ മാത്രല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഉണ്ണിമാമ മാത്രല്ലേ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് ഇറടക്കട്ട പെണ്ണിന്റെ കാര്യം എന്തിനു വേണം നിനക്ക്? എനിക്ക് ഈ കല്യാണത്തിന് ഒരു തരി ഇഷ്ടല്ലേ ഉണ്ണിമാമേ. ഒട്ടും ഇഷ്ടമില്ല. ഞാൻ 100 പ്രാവശ്യം അച്ഛനോട് അമ്മോട് പറഞ്ഞതാ. എനിക്കൊരാളായിട്ട് ഇഷ്ടമുണ്ട്. 4-5 കൊല്ലായിട്ടുള്ള സ്നേഹ, തങ്കപ്പെട്ട സ്വഭാവ, അത്ര നല്ല മനുഷ്യനാ. എനിക്ക് ആളുടെ കൂടെ പോവാൻ പറ്റുള്ളൂ ഉണ്ണിമാമേ. ആളെന്നെ കൊണ്ടുപോകാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിന്റെ അച്ഛൻ വിഷം പറഞ്ഞ പ്രശ്നമാവും. ഞാൻ നടത്തി തരാം. സത്യം പറയും. സത്യം നടത്തി തരാം. വാക്ക് പറ ഉണ്ണിമാമ. മോളം ഇഷ്ടം അതാണ് നടത്തി തരും. പയ്യ ആരാണ്?
മാമ ആളെ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഇഷ്ടപ്പെടും പറഞ്ഞോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഇഷ്ടപ്പെടും പറഞ്ഞോ. പെട്ടില്ലെങ്കിലോ? പെടോന്ന് പറഞ്ഞില്ലേ പറയടിയാന്ന്. ആളിവിടെ അടുത്തുണ്ട്. സുശീലേട്ടനെ മാറ് മക്കളെ ആരെന്ന് പറ. ഉണ്ണിയമ്മ സുശീലേട്ടൻ ഏത്? ഇവിടെ. അവിടെ ഉണ്ണിയമ്മ ഇവിടെ. സുശീലേട്ടൻ ഉണ്ണിയമ്മ. ഉണ്ണിമാമ. ഇല്ല ഇത് ഞാൻ സമ്മതിക്കില്ല. ഈ എരണകൊട്ട കാണിച്ച പരിപാടി എന്താണെന്ന് ഞാൻ കാണിച്ചില്ല. എന്റെ മരുമോളെ കിട്ടാൻ നിനക്ക് എന്താണ് യോഗ്യത? ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. ഓട്ടോമൊബൈൽ പഠിച്ചിട്ടുണ്ട്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. ഓട്ടോ നടക്കണോ മൊബൈൽ പോക്കറ്റില് അതിനകത്തുണ്ട്. ഓട്ടോമൊബൈൽ എഞ്ചിനീയർ. ഇത് കൂടായി മക്കളെ നിനക്കറിഞ്ഞു. ഞാൻ ഈ ഓട്ടോയിൽ കയറാൻ വന്നപ്പം ഇവൻ എന്റെ അടുത്ത് പറഞ്ഞു എന്തെന്നറിയാം. പിറകെ പോയി കയറാൻ പറഞ്ഞു. പിറകെ പോയി പിന്നെ ഫ്രണ്ടിൽ നോട്ടിക്കാൻ പറ്റുമോ? അതല്ല പിന്നെ ഞാൻ മുമ്പ് പോയി കിടന്ന് മുമ്പ് കിടക്കുന്ന ഹോട്ടലല്ലേ കൊച്ചെ പോകാൻ പറ്റുമോ? അതല്ല മാമന്റെ ഷർട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് അത് ഞാൻ PCR കൊടുക്കാൻ വേണ്ടി പിടിച്ചില്ലേ? PCR അല്ല CPR. ചാവാൻ കിടക്കുകയാണ് തിട്ടാൻ നിൽക്കുന്നത്. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇല്ല നിനക്ക് കെട്ടിച്ചേരുന്ന പ്രശ്നമില്ല. നീ പോ ഞാൻ വന്നപ്പോ ഞാൻ ഒരു കാര്യം പറയാം. ഈ പുള്ളി ഇവിടുന്ന് മരുന്ന് ഞാൻ കണ്ട സമയത്ത് എനിക്ക് തോന്നുന്നില്ല കുടുംബത്തിൽ പറഞ്ഞ തറവാട്ടിൽ പറഞ്ഞ ഒരു ഐശ്വര്യമുള്ള ഒരു പ്രായമുള്ള ഒരാളാണ്. കണ്ട് എന്റെ അടുത്തെത്താനും BP ഉണ്ടെന്ന് കയറി. BP ഇല്ലേ? ഇല്ല. കൊളസ്ട്രോൾ ഇല്ലേ? ഇല്ല. ഷുഗർ ഇല്ലേ? ഇല്ല. പിന്നെ എന്തോ ഉള്ള വാദം തലക്കേറി. അപ്പൊ അങ്ങനെ തലക്കേറി മനുഷ്യനെ ഞാൻ എന്ത് ചെയ്തു? വീഴാതെ ഞാൻ പിടിച്ചു. ഞാൻ ഭാഷയും പെടുത്തി എന്റെ അടുത്ത് ഇറക്കരുത്. വാദം കയറി ആരും ബോധക്കെട്ട് വീടിച്ചില്ല. കാലുപിടി കാലുപിടി കാലുപിടിച്ച കല്യാണം നടക്കുന്നത്. വലിച്ചു കയറരുത്. ഞാൻ നീർനായ പോലെ ആയി പോവും. നീറി നടക്കേണ്ടി വരും. കാലിൽ ഇരണക്കെട്ട പിള്ളേരെ കാര്യം 30 ലക്ഷം തരൂല. വിശ്വപ്പൻ അറിഞ്ഞ എന്റെ കൊല്ലും. ആട്ടോ കയറും. ആട്ടോ ഇട്. എന്താ താക്കോലില്ല. താക്കോലുണ്ട് വണ്ടി സാട്ടി. താക്കോലല്ലേ വണ്ടി അങ്ങനെ ചാട്ടി? താക്കോലില്ല പിന്നെ എങ്ങനെ ഇവിടെ കൊണ്ടിട്ടതാ പറ. ഇവിടെ കൊണ്ടുവരുന്ന താക്കോൽ ഉണ്ടായിരുന്നു. നിങ്ങളല്ലേ ദേഷ്യം എടുത്ത് എറിഞ്ഞത്? താക്കോൽ എടുത്തോണ്ടോ അങ്ങോട്ട്? ഇത് എവിടെ പോയി? താക്കോൽ എടുത്തോണ്ട് ഇപ്പൊ പോണം. മക്കളെ വിശ്വംബരം വരെ ചെയ്യുമല്ലോ. താക്കോൽ എടുത്തോണ്ടോ? താക്കോലല്ല കണ്ടായിരുന്നു ഇവിടെ ഒരു ചെറിയ താക്കോൽ നോക്കാനാണ് ഞാൻ പറഞ്ഞോട്ടെ. അടക്കെ ഇവിടെ അവിടെ എവിടെയെങ്കിലും താക്കോൽ ഇല്ല. ഞാൻ എന്ത് ചെയ്യും? കല ടീച്ചർ അല്ലേ? എന്നെ ഓർമ്മയുണ്ടാ? പണ്ട് ഞാൻ പെണ്ണാണ വന്നിട്ടുണ്ട് അവിടെ. സത്യം അല്ല ടീച്ചറിന്റെ വീട്ടുകാരെല്ലാം കൂടെ എന്നെ മടറി വെട്ടിയാണ് അടിച്ച് ഓട്ടിച്ചത്. അതൊന്നും അവര് മറക്കൂല. അവരെപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു നമ്മളെന്തിനൊക്കെ ഓർമ്മ വെച്ചിടല്ലേ. ഹലോ കിട്ടിയാ? അയ്യോ കിട്ടിയില്ല. ആകെ പ്രശ്നായി. എന്ത് പ്രശ്നം? ഉണ്ണിയമ്മ അവിടെ വീട്ടിലെല്ലാവരും അറിഞ്ഞു. സുകന്യ പറഞ്ഞു കൊടുത്തു. ആൾക്കാരൊക്കെ കൂടി വന്നുടക്കിണ്ട്. നമുക്ക് പോവാം. ഞാൻ പന്തിനായിട്ട് കുറെ നേരം കൂടെ താലൂക്ക് ആശുപത്രി പറഞ്ഞില്ലേ? അവര് വരുമ്പോ പറഞ്ഞു ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിച്ച ഞാനാണെന്ന്. അപ്പൊ പോവാ താലൂക്ക് ആശുപത്രി. ഞാൻ നന്നായിട്ട് ചിരിച്ചു. നമ്മുടെ കാര്യക്കാര് ചിരിച്ചോ എന്ന് നമുക്കറിയാം. നസീറക്ക ചിരിച്ചോ? കുഴപ്പമില്ലാത്ത രീതിയിൽ ചിരിച്ചു. അതിൻ്റെ അർത്ഥം അത് കുഴപ്പമില്ലായിരുന്നു. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾ കൊണ്ടുപോയി. സ്റ്റോറിയൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ കഴമ്പുള്ള സ്റ്റോറി അല്ല. കാര്യം നമ്മൾ ഓൾറെഡി ഉണ്ണിമാമയെ അഡ്വാൻസ് കൊണ്ട് ഓട്ടോയിൽ പോസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പെണ്ണ് വരുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പം നമ്മൾ പെട്ടെന്ന് സാധനം ഉണ്ടാക്കിയെടുത്തിട്ട് തീർത്തിട്ട് പോകാമെന്നുള്ളൊരു ധാരണ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അതൊന്നും പറഞ്ഞില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾ കൊണ്ടുപോയി സാധനം. കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താ നമ്മുടെ പേര്? ശാലിനി. ചാലക്കുടി അല്ലേ? തൃശ്ശൂർ ചിറമനേങ്ങാട്. എന്നാലും ആ ഒരു ഫീല് കിട്ടി ആ ഡയലോഗിലൊക്കെ. ഇച്ചിരി സ്പീഡ് കൂടുന്നുണ്ട് കേട്ടോ. ശകലം സ്പീഡ് കുറച്ചോ. കാര്യം ഒന്നാമത് ആ ഭാഷയ്ക്ക് ഒരു സ്പീഡ് ഉള്ളതാണ്. അവിടുത്തെ നമ്മുടെ ചാലക്കുടി തൃശ്ശൂരൊക്കെ ഒരു സ്പീഡുള്ളതാണ്. പക്ഷേ ഇത് നല്ല സ്പീഡായതുകൊണ്ട് പിന്നെ കല്യാണ പെണ്ണ വെപ്രാളത്തിൽ നമ്മളത് ആ വകയ്ക്ക് അങ്ങ് എടുത്തു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. നിനക്ക് നല്ല ചേർച്ചയുണ്ട് കേട്ടോ ഈ വേഷം. നല്ല ജോറായിട്ടുണ്ട്. നല്ല ഇങ്ങനെയുള്ള ക്യാരക്ടറുകളൊക്കെ ചെയ്യാൻ പറ്റും നിനക്ക്. ഒരുപാട് ചെയ്യാൻ പറ്റും. ഒരു പ്രമാണി ലുക്ക്. ചുരുക്കി പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിച്ചു രക്ഷപ്പെട്ടു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.
താങ്ക് യു നസരിക. ബിജുക്കുട്ടൻ ചേട്ടാ? അത്യാവശ്യം നല്ല സ്കിറ്റായിരുന്നു. പക്ഷേ നിങ്ങളുടെ എനിക്ക് തോന്നുന്നു അനീഷിൻ്റെയും അതുപോലെ തന്നെ ശ്രീജിൻ്റെ ഒക്കെ മറ്റുള്ള പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് താഴെയായിരുന്നു. എങ്കിലും നല്ല സ്കിറ്റായിരുന്നു. എനിക്ക് തോന്നിയത് ഇവിടെ നിന്നിട്ട് സാധാരണ ഒരു എന്താണ് ദിലീപേട്ടൻ്റെ ഒക്കെ ഒരു സിനിമയിലെ ഒരു സീൻ പോലെ എനിക്ക് തോന്നിയിട്ടോ. അതങ്ങനെ തന്നെ ഇങ്ങോട്ട് പകർത്തിയെന്നല്ല, എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു. കാരണം ശ്രീജുവിന് ഒട്ടും തന്നെ ഒരു വേഷപ്പകർച്ചയില്ല. സാധാരണ ശ്രീജു എങ്ങനെയായിരുന്നു നാച്ചുറൽ ആയിട്ടുള്ള ശ്രീജു ഒരു ഷർട്ട് യൂണിഫോം, അതായത് ഓട്ടോറിക്ഷയുടെ സാധനം എടുത്തിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അതെനിക്ക് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു സീനായിട്ട് തന്നെ തോന്നിയിരുന്നു. കാരണം ദിലീപേട്ടനൊക്കെ അങ്ങനെ ജയറാമേട്ടനൊക്കെ അങ്ങനെ കളിക്കാറുണ്ട്. ഒരു വെപ്രാളത്തിനുള്ള സാധനം നല്ല ലെജിബിളായിട്ട് നല്ല ഗ്രാൻഡായിട്ട് ഈ മൂന്ന് പേരും ആ ഒരു സീൻ പോലെ എനിക്ക് തോന്നിയിരുന്നു. നല്ല കാരണം തമാശകൾ നമ്മൾ എന്താണ് കോമഡിക്ക് വേണ്ടി പറയുന്ന കോമഡികളല്ല, ഇതിനകത്ത് ഈ സിറ്റുവേഷനിൽ പെട്ട കോമഡികൾ നമ്മൾ സിനിമയിൽ പറയില്ലേ, അതേപോലെ എനിക്ക് തോന്നിയിരുന്നു. ശ്രീജു ഒരു നായകനായിട്ടും ഇത് എനിക്ക് നെടുമുടി വേണിച്ചേട്ടൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അങ്ങനെയൊക്കെ ഒരു സീൻ പോലെ എനിക്ക് ഭയങ്കരമായിട്ട് അത് രസിച്ച്. പിന്നെ തമാശകളുടെ ഒരു പോരായ്മ നേരത്തെ വെച്ച് നോക്കുന്ന സ്കിറ്റുകളിൽ ഉള്ള പോലെയുള്ള തമാശകൾ ഈ സ്കിറ്റിൽ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ശാലിനിയുടെ ഭാഷ ഭയങ്കര രസമായിരുന്നു കേട്ടോ, നല്ല രസമാണ്. കാരണം കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും ഈ തൃശ്ശൂർ ഭാഷ ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കണ. എന്തൊക്കെ ഇപ്പട ഇല്ല എന്നൊക്കെ ചോദിക്കണ സംഭവം അതൊരു അത് തന്നെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ട്. അത് ഭയങ്കരമായിട്ട് നല്ല ലെജിബിളായിട്ട് തന്നെ സംസാരിച്ച ഒരു പെണ്ണിൻ്റെ എന്താണ് ഒരു ആ സിറ്റുവേഷനിലുള്ളൊരു വികൃതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അമ്മാവനാ മോള് കാണിച്ചു കൊടുക്കണല്ലോ ഇതേ നിൽക്കുന്നത്, ആ 2-3 പോർഷൻസ് ഭയങ്കര ഇഷ്ടം എനിക്ക്. കാരണം ഒരിക്കലും ശ്രീജുവിനെ നോക്കുന്നേ ഇല്ല. കാരണം അത് ഒരു സിനിമാറ്റിക് പോലെ എനിക്ക് തോന്നിയിരുന്നത്. അതൊരു വളച്ച വഴിയിലുള്ളൊരു കോമഡി അല്ലാതെ നല്ല രീതിയിലുള്ള കോമഡി. അതാണ് ഈ പറഞ്ഞത്, നമ്മളിപ്പോൾ മിമിക്രി ചെയ്യണതും സീരിയലിൽ അഭിനയിക്കുന്നതും സിനിമയിൽ അഭിനയിക്കുന്നതും വേറെ വേറെ സാധനങ്ങൾ. നമ്മൾ തന്നെയാണ് അഭിനയിക്കണമെങ്കിലും വേറെ വേറെ സാധനങ്ങൾ അവർ പറഞ്ഞു തന്നത്. അതേപോലെ തോന്നി. അതുപോലെ തന്നെ നമ്മുടെ അനീഷിൻ്റെ കഥാപാത്രം നല്ല രസമായിരുന്നു. ആദ്യം ഓടി വന്നിട്ട് വലത്തെ കാല് വെച്ച് കയറിയത് കൊണ്ടാണ് പ്രശ്നം. കാരണം ഇത് വേറൊരു പ്രശ്നത്തിന് പോകാൻ നിൽക്കുകയാണ്. നമ്മൾ സാധാരണ ഇടതുകാലിൽ വെച്ചാൽ പ്രശ്നം എന്ന് പറയും. ഇടതുകാല് വെച്ച് കയറുന്നത് നല്ല ഗ്രാൻഡായിരുന്നു. കാരണം ഇടതുകാല് വെച്ച് ഒരിക്കലും ഇങ്ങനെ കയറാൻ പറ്റില്ല, കാറിലായാലും കയറാൻ പറ്റില്ല. ഇങ്ങനെ വെച്ചിട്ട് ബാക്കിങ്ങോടായിട്ടുള്ള ആ സംഭവമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നേരത്തെ കാണിച്ച അതേ സ്കിറ്റിൻ്റെ നിലവാരത്തിലോട്ട് എത്താൻ എന്തായാലും ഇപ്പോൾ ഒരു പുതിയ ആളുകളും കിട്ടിയിട്ടുണ്ട്. 3 പേരും നല്ല സിങ്ക് ആയിട്ടുണ്ട്, നല്ല കോമ്പിനേഷനാണ്. അടുത്ത പ്രാവശ്യം എന്തായാലും നല്ല ഗെറ്റപ്പായിട്ട് വരലോട്ടാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. സിസിക? ഞാൻ നിങ്ങളുടെ സ്കിറ്റിൻ്റെ ഏറ്റവും എനിക്ക് പോസിറ്റീവും ഒരു ഭയങ്കര ഭംഗിയായിട്ട് തോന്നി നിങ്ങൾ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഭയങ്കര രസമായിരുന്നു. കാരണം കറക്റ്റ് ഒരു ഓട്ടോ സ്റ്റാൻഡ്, കറക്റ്റ് ഒരു ഓട്ടോ. അല്ല നസീർക്ക പറഞ്ഞത് ഇത് സ്റ്റാൻഡിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ആരെങ്കിലും കയറും ഓട്ടം വിളിക്കാനായിട്ട്. ഉറപ്പായിട്ട് കയറും. അത്രയ്ക്ക് ഉറപ്പായിരുന്നു നമ്മുടെ അല്ലേ ആർട്ട് ഡിപ്പാർട്ട്മെന്റ്. പിന്നെ അനീഷിന്റെ എനിക്ക് ക്യാരക്ടറിനെ കണ്ടപ്പോൾ കറക്റ്റ് നമ്മളെ ഇഷ്ടം സിനിമയുടെ നെടുമുടി ചേട്ടൻ്റെ ആ ഒരു ഭയങ്കര ഫിഗറും ആ ഒരു പരിപാടിയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ശ്രീജു ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് കല്യാണമാണ്, എനിക്ക് ഒരുങ്ങി കെട്ടി, എന്നാലും പക്ഷേ എൻ്റെ ജോലി വിടാൻ പറ്റില്ല. ഓട്ടോയും കൊണ്ട് ഓട്ടോ സ്റ്റാൻഡിൽ വന്ന് നിൽക്കുന്ന ഒരു ആള്. നീ എന്തിനാ വന്നത്? ഞാൻ അവിടെ വന്നിട്ട് നല്ല മാസമായിട്ടാ, ഇവിടെ കാണാൻ ആൾക്കാരില്ലല്ലോ, പക്ഷെ എന്നിട്ട് പോലും ആ സ്നേഹിച്ച പെണ്ണ് നിന്നെ കളയാതെ ഓടി ഇവിടെ നിൻ്റെ അടുത്ത് എത്തി. പിന്നെ ആ പെണ്ണിനെ സ്നേഹിക്കുന്നു. ശാലിനി പുതിയ ഫസ്റ്റാണ് സ്കിറ്റ് എഴുതുന്നത്, രണ്ടാമത്തെ എല്ലാം കൂടെ കൊണ്ട് ഒരു ആനച്ചന്തം പോലെ. പക്ഷേ അറിയാലോ, ശ്രീജുവും അനീഷും പിന്നെ ശാലിനി ഫസ്റ്റ് നിങ്ങളുടെ ടീമിൽ വരുന്നതാണ്. നിങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാടങ്ങ് പ്രതീക്ഷിക്കും. പക്ഷേ ഒരു ചെറിയൊരു കുഞ്ഞ് കണ്ടന്റിനെ നിങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് മോശമാക്കിയിട്ടില്ല, അത് ഒരിക്കലും പറയില്ല. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ വരും കേട്ടോ. താങ്ക് യു. അപ്പൊ കാര്യക്കാരുടെ കമന്റ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു സ്കിറ്റിന്റെ സമ്മാന തുക എത്രയാണെന്നറിയാം. നസീർക്ക? ഞാനൊരു 14,000 രൂപ. 14,000. അസിസിക്കയോ? ഞാനൊരു 15. അപ്പൊ 14ഉം 15ഉം 29,000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. ഇനി നമുക്ക് ഫൈനൽ അറിയാനായിട്ട് ബിജുക്കുട്ടൻ ചേട്ടൻ എന്താ ഇപ്പൊ റിവീൽ ചെയ്യും. ഓക്കെ, എൻ്റെ അതേ പിടിച്ചോ. 60,000 രൂപ. അടിപൊളി അടിപൊളി. 60,000 രൂപയാണ് ഈ ഒരു സ്കിറ്റിൽ നേടിയിരിക്കുന്നത്. ഹണിമൂൺ പോകാനുള്ള പൈസയായില്ലേ? കിട്ടിയില്ലല്ലോ, കല്യാണം കഴിഞ്ഞില്ല, പിന്നെ ഇപ്പൊ നേരെ പോകുന്നത് കെട്ടാനായിരിക്കുമല്ലോ. വീട്ടിൽ കൊണ്ടാക്കും. ഇനി ആട്ടെ പോയി മാസം കാണിച്ചു അത് വിടാൻ പറ്റുമായിരിക്കും. അല്ല, മാസ് കാണിക്കാണ്ട് ഒരു കല്യാണമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും 60,000 രൂപ നേടിയിട്ടുണ്ട്. ഒന്നും കൂടെ ഒരു കയ്യടി നൽകുകയാണ്. നല്ല സിനിമാറ്റിക് ഫീൽ ഉള്ള ഒരു സ്കിറ്റ് ആയിരുന്നു. ഇതേപോലെ നല്ല സ്കിറ്റുകളും കൗണ്ടേഴ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും പഞ്ചോസോട് കൂടിയിട്ട് കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയിലെ അടുത്ത ഐറ്റവുമായിട്ട് വേദിയിലേക്ക് എത്തുന്നു നമ്മുടെ സ്വന്തം ചിത്തൻ ചേട്ടൻ, ബിനുരാജ് ചേട്ടൻ ആൻഡ് വിനോദേട്ടൻ.
ഇതായിരിക്കും വേറെ. ഷടാ എന്തൊരു പണിയാ നോക്കണേ. രാവിലെ വരാന്ന് പറഞ്ഞ സുഭാഷ് ഇതുവരെ സുഭാഷ് വന്നിട്ടില്ല. അല്ലെങ്കിലും അവൻ എന്നും ഉള്ളതാ. എൻ്റെ അടുത്ത് പറയാ രാവിലെ വരണ, ഞാൻ അതിനേക്കാൾ മുമ്പേക്ക് വരാന്ന്. ഇത്രയും സമയമായിട്ടോ വന്നില്ല. വരട്ടെ, എപ്പോ വന്നാലും ശരി തന്നെ. അവൻ ഈ തറവാട്ടി വരാതെ പോകത്തില്ലല്ലേ. നോക്കണ്ട, ഈ കാണുന്ന ഞാൻ ഞങ്ങളുടെ തറവാട്. എന്തോട് താനെന്തോ പെൺപിള്ളേരെ കണ്ടിട്ടില്ല അല്ലയേ? ഇതെന്തൊരു കഷ്ടം ഇത്. പെൺപിള്ളേരെ കണ്ടിട്ടുണ്ട്, ഇങ്ങനൊരത്തിനെ കണ്ടിട്ടില്ല. അതെ, യു ആർ എ ചീറ്റ്. അതാണോ ഇയാളിപ്പോ വാക്കിലൂടെ എന്നെ ചീറ്റ് ചെയ്തില്ലേ? ഇതെങ്ങനെ ഈ കേരളത്തിൽ എങ്ങനെ ഒരു ബസ് സ്റ്റോപ്പിൽ വന്ന പെൺപിള്ളേർക്ക് നിൽക്കാൻ പറ്റത്തില്ലെന്ന് നിങ്ങൾക്കും അതേ അനുഭവം ഉണ്ടായിട്ടില്ലേ? ഇതെന്തോ ഒരു കഷ്ടമാന്ന് പറ. ഇങ്ങനെ കുറെ എണ്ണം ഇറങ്ങിക്കോളും. ഇവിടെ കണ്ടിട്ടില്ലാത്തോട്ട് ചോദിക്കുക, എവിടെ കുറ്റിയും പറിച്ചു വന്നേ? കുറ്റിയും പറിച്ചു വരാൻ ഞാൻ ആ പറമ്പിൽ കെട്ടിരിക്കുന്ന പശുവാന്നോ? കണ്ട ഒരു ജേഴ്സി പശുവിന്റെ ലുക്കൊക്കെ ചോദിച്ചതാ. ആണെങ്കിൽ അടുക്കുന്നില്ല പുല്ല്. ഞാനൊരു കാര്യം പറയും, പെൺപിള്ളേരോട് ഇങ്ങനെ സംസാരിച്ചാൽ എന്താ കേസെന്നറിയോ തനിക്കിപ്പോ? എന്റെ പൊന്നുവച്ചോന്ന് അടങ്ങുന്നത്. അല്ല പിന്നെ അല്ല, ആദ്യം ദേഷ്യം, പിന്നെ സൗഹൃദം, പിന്നീട് പ്രണയം. ഇതാണ് ഇതിന്റെ ഒരു ലൈൻ. അതെ, കുട്ടിയുടെ വീട് എവിടാ? ഞാൻ പാറയെന്ന് വരുന്നു. ഊളം പറയുന്നു. അല്ലെന്ത് തിരുവനന്തപുരത്ത് വട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്നു. എന്റെ ദൈവമേ, എങ്ങോട്ട് പോകാനാ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? കുട്ടി ചോദിക്കാം, അത് കേൾക്കാൻ വേണ്ടി ഇരിക്കല്ലേ. ചെവിയിലേക്ക് വണ്ടിയുണ്ടോ ഇപ്പൊ? എന്തിനാ വണ്ടി? ഈ മൂക്കി കൂടെ കയറിയില്ലെങ്കിൽ ചെവി വരാല്ല. അത്ര അടുത്തല്ലേ ഇത് രണ്ടും. അതല്ലെന്ന്, പത്തനംതിട്ട ഒരു സ്ഥലമുണ്ടല്ലോ അങ്ങനത്തെ ആൾക്കാരൊക്കെ യാത്ര പോകുന്നത്. ഗവിയാണോ ഉദ്ദേശിച്ചത്? അതങ്ങനെ ആക്കിയോ ഇപ്പൊ? അങ്ങനെ ആക്കിയതല്ല, അതങ്ങനെയാണ്. എവിടെന്താണോ അങ്ങോട്ടൊക്കെ വണ്ടി ഉണ്ടോ? എന്തിനാ കുട്ടി ഇപ്പൊ അങ്ങോട്ടൊക്കെ പോകുന്നത്? അത് ഒറ്റയ്ക്കൊക്കെ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ ശരിയുള്ള കാര്യമാണ്. ശരിയാണ്. ഇപ്പൊ ആരെങ്കിലും കൂട്ടുണ്ടായിരുന്നെങ്കിൽ പോകായിരുന്നു. ഇപ്പൊ ആരും ഇല്ലാത്ത ഞാൻ എങ്ങനെ പോകുന്നുള്ളതാണ്. ചുമ ആണെങ്കിൽ അങ്ങോട്ട് മാറിയില്ല, പകർച്ചവ്യാധിയാ ഇപ്പൊ. അല്ലെന്ന് പിന്നെ കുട്ടിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണെങ്കിലേ പേടിയാണെങ്കിൽ ഞാൻ കൂടെ വരാം. ഇങ്ങനെ നിൽക്കുവാണ് ആരെങ്കിലും വന്ന് വിളിച്ചാണ്ട് പോകാൻ? ആരെങ്കിലും വിളിച്ചാൽ പോയില്ല, പക്ഷെ കുട്ടിയുടെ കൂടെ വരണമെന്നൊരു ആഗ്രഹം. അല്ല, അതെങ്ങനെ ശരിയാവും? ഇപ്പൊ നമ്മൾ ഈ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ട് ഉടനെ നമ്മൾ ഒരു യാത്ര പോവാന്നൊക്കെ പറഞ്ഞു, അതെങ്ങനെ? അതെ കൊച്ചേ, ഈ കാലഘട്ടത്തിലൊന്നും അല്ല ജീവിക്കുന്നേ. ഇന്ന് കാണുക, പരിചയപ്പെടുക, നാളെ ടൂർ പോവാ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. നമ്മൾ എന്തിനായിട്ട് മാറ്റാൻ നിൽക്കുന്നേ? നമുക്കും പോവാം. എന്നാലും അത് ശരിയാവില്ല. ഇല്ലെന്നേ, ഞാൻ എപ്പോഴും കുട്ടിയുടെ ഒപ്പം ഉണ്ടാവും. ഉറപ്പായിട്ട് ഞാൻ കുട്ടിയോടൊപ്പം തന്നെ ഉണ്ടാവും. തിരനുറയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, തിരിതെളിയും മണിമിഴിയിൽ സുരഭില സൂര്യകണം, കവിളുക. അതെ, എന്തിനാ ചിരിക്കുന്നേ? ഒറ്റക്ക് നിന്ന് ചിരിച്ചാലേ പ്രാന്താന്ന് പറയാറില്ല, അതിന് സപ്പോർട്ട് ചെയ്ത സംഭവം. നിങ്ങൾക്ക് ആർക്ക് കാര്യം ഒന്നും മനസ്സിലായില്ലല്ലോ. കാര്യം പറയട്ടെ, ഈ നിൽക്കുന്ന ആരാന്നറിയോ? നിങ്ങൾ വിചാരിക്കട്ടെ കാമുകയാന്ന്. അല്ല, ഞാനിവിടെ വന്നപ്പോഴേ എൻ്റെ ഒരു സുഹൃത്ത് സുഭാഷിനെ കുറിച്ച് പറഞ്ഞില്ലയോ? അതെ, ആ സുഭാഷാണ് ഈ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ എനിക്ക് ഇയാളെത്തിനാ പെൺവേഷം കെട്ടിയിരിക്കുന്നതെന്ന് അല്ലയാ പറഞ്ഞോളയാ. എന്തിനാണ് അവരോടൊക്കെ അതൊക്കെ പറയുന്നത്? അറിയട്ടെന്ന്. നമ്മളിപ്പോ ഇവിടെ പ്രണയിച്ച് കെട്ടിപ്പറഞ്ഞ് നടക്കൊന്നും പറഞ്ഞ് സൂചിച്ചിരിക്കുക അവരിപ്പം. ഇവര് മൊത്തം അവര് സൂചിച്ചിരിക്കുന്നല്ല, സൂചിച്ചിരിക്കാൻ അവർ കൈയടിച്ചെന്നായിരുന്നു. അവർ കൈയടിച്ചോളൂ. അപ്പൊ അവരെടുത്ത് പറഞ്ഞുകൂടെ? നമ്മളെ പറഞ്ഞുകൂടെ? അതായത് വേറൊന്നുമല്ല, ഇത് ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു ബിസിനസ് ഡീലാണിത്. ഓൺലൈൻ ബിസിനസ്. അത് തന്നെ, അത് വഴിയേ മനസ്സിലായിക്കോളൂ. ഓൺലൈൻ ബിസിനസ്. എന്നാ ഉണ്ട് വിശേഷം? വിശേഷം എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം അടിക്കട്ടെ, അതിനെന്താ മാർഗം? രണ്ടെണ്ണം അടിക്കണ ബാറിൽ പോണം. അതിന് പൈസ വേണ്ട. 5 പൈസ കയ്യിലുണ്ടോ? എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്റെ ഈ തൊണ്ടയും ഈ നാക്കും ഈ ഫോണും ഉണ്ടെങ്കിൽ നമ്മളളിയാ പൈസ ഉണ്ടാക്കും. അതെ, സംഭവം ശരിയാ. പക്ഷെ ഇത് എന്നെങ്കിലും പിടിക്കപ്പെട്ടാൽ ഇവിടുത്തെ സ്റ്റേഷനിലെ സി ഐ ഉണ്ടല്ലോ, സോമൻ സാറ്, അയാൾക്കുള്ള കയ്യിലെങ്ങാനും കിട്ടിയ എന്റെ പൊന്നളിയാ നട്ടല് വെള്ളമാവും. ചുമ്മാ പോലീസുകാർ പിടിച്ചത്. അങ്ങനെ കണ്ടാൽ തന്നെ പേടിയാവുന്ന. ആരാ വിളിക്കുന്നത്? ഞാൻ വിളിച്ചോളാം. ആരാന്നെങ്കിലും പറയടാ എൻ്റെ അടുത്ത്. ഹലോ ഹലോ. അതെ, എടാ നീ ഇപ്പൊ പറഞ്ഞില്ലേ സി ഐ ഇടിക്കുന്ന ആ സി ഐ ആയത്? ഏതാണ്ട് ഇടിയായിരുന്നു വാങ്ങിക്കുന്നു. എടാ അങ്ങനെ കൊന്നോളെ. എടാ കേട്ടോടാ പറയുന്നത്. മുത്തേ കണ്ണ എവിടെയാടാ? നീ ആയിരുന്നോ? എന്തെടുക്കുവാ?
എന്നാ ഉണ്ട് എവിടെ മോളെ? എവിടെയാ ഇപ്പോ? ഞാൻ സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലാണോ? ഞാനൊരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് ചെയ്തു തന്നില്ല കേട്ടോ. എന്തുവാ മോളെ, എന്താ വേണ്ടേ? എന്തോ വേണ്ടെന്ന് പറഞ്ഞ മോൾക്ക് ഞാൻ പറയുന്ന കേക്കേട്ടാ. എന്തുവാ? ഏട്ടന് എനിക്ക് യൂണിഫോം ഇല്ലാതെ ഒന്ന് കാണണം. കളർ ഡ്രസ്സിൽ കാണണമെന്ന്. ഞാൻ ബർത്ത്ഡേക്ക് മാത്രമേ കളർ ഡ്രസ് ഇടാറുള്ളൂ. 21 ആണ് എന്റെ ബർത്ത്ഡേ. അതെ, പിന്നെ മറ്റേ തന്നില്ല കേട്ടോ. ഞാൻ 5000 രൂപ ഞാൻ ഗൂഗിൾ പേ ചെയ്തായിരുന്നല്ലോ. 5000 രൂപ ഗൂഗിൾ പേ ചെയ്തായിരുന്നു. അതല്ല, പിന്നെ ഒരു 3000ന്റെ കണക്ക് പറഞ്ഞായിരുന്നല്ലോ. എന്തിനാ അത് ഹൈ ഹീൽഡ് ചെരുപ്പ് മേടിച്ചിട്ട് ഇങ്ങനെ നടക്കാം. ഞാനത് ഇട്ടേക്കാ വീട്ടിൽ. അതെ, പിന്നെ ഒരു കാര്യണ്ടേ. എന്തുവാ എപ്പോഴും തരുന്നത്? അതിപ്പോ ഇവിടെ പോലീസുകാരൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ തന്നേക്കാം. ഉമ്മയെന്ന് പറഞ്ഞാ ഇവര് കേക്കും. എനിക്ക് വയ്യ. 5000 ഓക്കെ. ഇതെങ്ങനെ ഉണ്ട്? എന്നാലും അങ്ങേരെയൊക്കെ നീ പറഞ്ഞിങ്ങനെ ആക്കാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എന്റെ തൊണ്ട ഈ ശബ്ദവും ഈ ഫോണും ഉണ്ടെങ്കിൽ നമ്മൾ ജീവിക്കോളിയാ. ജീവിക്കും. അതൊക്കെ ഇരിക്കട്ടെ. നീ ഈ പെൺവേഷം കിട്ടിയെന്ന് വന്നൊരു ഉദ്ദേശം എന്തോ? എന്റെ പൊന്നെ, അത് പറയാൻ മറന്നുപോയി. എന്തോ? ഇവിടെ ഞാനേ നമ്മൾ ഇന്നലെ ഇവിടുന്ന് വെള്ളം അടിച്ചു വീട്ടിൽ പോയില്ലേ? അതിപ്പോ എന്താ അങ്ങനെ? 12 മണിയായപ്പം എട്ടാളിയാ ഞാൻ ചുമ്മാതെ എനിക്ക് ബോറടിച്ചപ്പോ ഞാനൊരു ഡയൽ ചെയ്ത് വിളിച്ചു. എന്റെ ദൈവമേ, ഒന്ന് കേക്കണം. എന്ത്? 12:30 തുടങ്ങിയത് വെളുപ്പിനെ കോഴി കൂവുന്നവരെ. ആരായിരുന്നു? ഒരു 55 വയസ്സ് തോന്നും. അല്ലെങ്കിൽ ഇപ്പൊ ചെറുപ്പക്കാർക്കല്ല കുഴപ്പം, ഒരു പ്രായം കഴിഞ്ഞ കിളവന്മാരാണ് മൊത്തം കുഴപ്പക്കാർ. അയാൾ പറയുന്ന കേൾക്കണോടാ. എന്താ പറഞ്ഞ? എന്റെ ഫസ്റ്റിലത്തെ ചോദ്യം എന്തുവാ ഇട്ടിരിക്കുന്നേന്ന് അവിടെ തുടങ്ങി 3 പടം പിടിക്കാനുള്ള സാധനം പുള്ളി പറഞ്ഞു തന്നു. അതല്ല, വേറെ പുള്ളിയെ നമ്മുടെ വരുതിക്ക് കിട്ടിയാ നമ്മൾ രക്ഷപ്പെട്ടു. അയാൾക്ക് ഫ്ലാറ്റ് ഉണ്ട്, പൈസയുണ്ട്, പിന്നെ കല്യാണവും കഴിച്ചിട്ടില്ല. ബാച്ചലറാണ്. വെറുതെ അല്ലടിയാ വന്ന് വീണത്. നിന്റെ സൗണ്ടിൽ നിൽക്കും. വീടണ്ട മാക്സിമം ഊറ്റാൻ പറ്റുന്ന ഊറ്റം. അയ്യോ, എന്റെ അച്ഛൻ വരുന്നടാ. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല. നീ അങ്ങോട്ടും മാറിയില്ലേ? ഞാൻ എന്തിനാ പോണത്? എടാ, ഈ കോളത്തിൽ നിന്നെ അച്ഛൻ കണ്ടു പിന്നെ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ. ആണോ? നീ മാറിക്കേ. ഇതിപ്പോ എന്തോ ചെയ്യാക്ക് വേറെ പണിയുമില്ല, ഒന്നുമില്ല. അത് ശരി. ഞാനിവിടെ ജംഗ്ഷനിൽ വന്നു. ഓക്കെ, എന്താണ് സിംഗിൾ കുരുവി ഇവിടെ ഇരിക്കണത്? ചുമ്മാ ഞാൻ നിന്റെ അച്ഛനാണ്. അറിയാം. ഈ രാവിലെ തൊട്ട് ഇവിടെ വന്നിരിക്കേണ്ട കാര്യമുണ്ടോ നിനക്ക്? ചുമ്മാ കാറ്റുള്ള. എടാ, നിനക്ക് താഴെ 2 പെണ്ണുങ്ങളുണ്ട്, മഞ്ജു ചിഞ്ചു. അത് നിനക്കറിയാം. ഒരു പാവപ്പെട്ട ഒരു അമ്മയുണ്ട് നിനക്ക്. ഉണ്ട്. വൈകുന്നേരം അങ്ങോട്ട് വരുമ്പോ എല്ലാം എടുത്ത് അങ്ങോട്ട് വെച്ച് തരാണ്ട്. എടാ, ഇവിടുത്തെ SI ആരാന്നറിയാവോ? എന്റെ അളിയൻ, മാമൻ. അതായത് നിന്റെ മാമൻ. അറിയാല്ല? നീ ഒറ്റൊരുത്തൻ കാരണം നമ്മുടെ കുടുംബ പേര് മൊത്തം പോകും. ഞാൻ ഒന്നും ചെയ്യുന്നില്ല. നീ ഒന്നും ചെയ്യണ്ട. അതാണ് വേറൊരു കുരുവി കൂടി ഉണ്ടായിരുന്നല്ലോ നിന്റെ കൂടെ. നിന്നെ വഴിതെറ്റിക്കാൻ നടക്കണം വേറൊരുത്തരും കൂടി ഉണ്ടായിരുന്നു. സുഭാഷ്. ഒരു കാര്യം ഞാൻ പറഞ്ഞു കേടാ, വീട്ടിൽ ചെന്നാ വേറെ എന്തെങ്കിലും പണി ചെയ്യടാ. ഞാൻ അവിടുന്ന് ഇവിടെ വരുമ്പോ ഇവിടെ എങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ അടിച്ച് കാരണം ഞാൻ പൊളിക്കും. വന്നിരിക്കണോ ഓരോന്നൊക്കെ? അല്ലേ? എടാ പോടാ, എടാ പോയി, അത് പോയി. നിന്റെ അച്ഛന് വേറെ പണിയൊന്നുമില്ലേ? എന്റെ പൊന്നെ, എടാ വീട്ടിൽ എന്തൊരു കർക്കശക്കാരനാന്നറിയാവോ പുള്ളി? എടാ, ഞങ്ങൾ 3 മക്കളുണ്ടല്ലോ. അച്ഛന്റെ മുമ്പിൽ ചെന്ന് നിന്ന് അപ്പം മൂത്രമൊഴിക്കും. നിങ്ങൾ അച്ഛനെ കണ്ടോണ്ടാണോ മൂത്രമൊഴിക്കുന്നത്? ഞങ്ങളൊക്കെ വെള്ളം കുടിച്ചിട്ടാ മൂത്രമൊഴിക്കും. എടാ, അച്ഛനെ കണ്ട് പേടിച്ച് മൂത്രമൊഴിക്കും. അങ്ങനെ അത്ര പേടി അച്ഛനെ. എടാ, ഞാനൊരു കാര്യം പറയാം. എനിക്കൊരു 10,000-20,000 രൂപയുടെ ആവശ്യമുണ്ട്. പിന്നെ എന്ത് ചെയ്യും? എപ്പോഴും പൈസക്ക് ആവശ്യം വരുമ്പോ എന്തോ ചെയ്യുന്നേ? കറക്കി കുത്തടാ. അമ്മയെ കാത്തോണേ. പത്തായോ? ഫോൺ അടിക്കണം. ഹലോ, ബിനുവേട്ടനാണോ? ഹലോ. അല്ലല്ലോ, അതാരാ? അയ്യോ, സോറി, ബിനുവേട്ടനല്ല. ബിനുവേട്ടൻ ആരാന്ന് നോക്കണ്ട. എടാ, അസീസൻ സിനിമാടനാണെന്ന് തോന്നുന്നു. അസീസൻ എന്ന് പറഞ്ഞു. പിന്നെ ഇത്രയും തിരക്കാട്ട് നടക്കുന്ന നീ വിളിച്ച അവരുടെ അടുത്ത് സൊല്ലാൻ നിൽക്കല്ലേ? എടാ, അതല്ലേ ഇച്ചിരി വെയിറ്റ് ചെയ്യാം. എന്തിന്? തിരിച്ച് വിളി വരും. പിന്നെ സിനിമയുടെ അസീസാണെങ്കിൽ നിന്നെ ഇപ്പൊ വിളിക്കാം. അങ്ങേർക്ക് ഇതിനെ കണ്ടാത്ത സമയം ഇഷ്ടം പോലെ ഷോയും സിനിമയായിട്ട് നടക്കുന്ന ഇടയ്ക്ക് നിന്നെ വിളിച്ച് തൊല്ലാൻ നിൽക്കല്ലേ? എടാ പോടാ, കൊണ്ട് കളഞ്ഞപ്പോ സമാധാനം. അസീസ് നെടുമങ്ങാട്. ഹലോ. ഹലോ, നേരത്തെ വിളിച്ചില്ലേ ആളല്ലേ? ഞാൻ തെറ്റി വിളിച്ചതാ. അല്ലല്ല, പിന്നെ ഞാൻ ബിനു എന്ന് പറഞ്ഞ നമ്മുടെ ബിജു ആണോ അതോ ബിനു ആണോ? അല്ലല്ല, എന്റെ ഫ്രണ്ട് ആയിരുന്നു. അതെ. അല്ല, അസീസ് എന്ന് പറയുമ്പോ
അതെ അതെ സിനിമയിലൊക്കെ ഉള്ള അതെ അതെ ഇതുവരെയുള്ള അതെ 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 സാറേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറിന്. താങ്ക് യു താങ്ക് യു ഞാൻ ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട് സാറിന്റെ. താങ്ക് യു താങ്ക് യു. അതല്ല സാറിന്റെ ശബ്ദം ഈ സിനിമയിൽ ഇങ്ങനെ അല്ലല്ലോ. അത് ഓരോ സിനിമയിലും ഓരോ രീതിയിൽ ഡബ് ചെയ്യും, മാറ്റി മാറ്റി വോയിസ് ചേഞ്ച്. അതെ എന്താ അവിടെ എന്താ അവിടെ പണ്ട് കൂട്ടുകാരിയാണോ? ആ കൂട്ടുകാരി കൂട്ടുകാരിയാണോ ആണെന്ന് പറയണം. ഞാനേ ഓ ഞാനൊരു കാര്യം പറഞ്ഞാൽ സാർ ദേഷ്യപ്പെടുവോ? എന്തും പറ. അതെ ഓ ഞാൻ സാറിന്റെ ശബ്ദം അനുകരിക്കും. ഇയാളോ? ആ, എന്റെ ശബ്ദോ? ആ. എന്റെ ശബ്ദം ഒരു പെൺകുട്ടിയാ. പെൺകുട്ടിയാ? വളർന്നു ഒന്നെടുക്കോ പ്ലീസ് പ്ലീസ്. നമ്മളെ ബിജിക്കുട്ടൻ ചേട്ടൻ്റെ അടുത്തുണ്ട്, ഒന്ന് പുള്ളി ഇതൊന്നും പറയരുത്. ഇല്ല ധൈര്യം എടുത്തോ. ഞാൻ എടുക്കാൻ പോണേ. ലൗഡ് സ്പീക്കർ ആണേ, പറഞ്ഞോ. എനിക്ക് തോന്നണില്ല. പണിക്കരി സാറൊന്ന് ചുമ്മാതിരി. പറഞ്ഞ പോലെ ചെയ്യുന്നവൻ ആ അറിയാച്ചൻ. ഇത് പഴയ അസീസ് സാർ. അല്ലല്ല, ഇത് എന്റെ വോയിസ് ഇതല്ല. ഏ? ഞാൻ അസീസ് നെടുമങ്ങാടാണ്. ആണോ? അത് KPSC അസീസ് അല്ലേ, ഞാൻ അസീസ് നെടുമങ്ങാടാണ്. അത് ശരി. അയ്യോ അതെ. ശരിയെന്നാ വെച്ചോ. അല്ല വെക്കല്ലേ, ഞാൻ ഒരു കാര്യം. അല്ല എനിക്കൊരു അല്ല, എന്താ വിഷമം? എന്താ ഇല്ല വേണ്ട. എന്ത് വിഷമമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞോളൂ ഞാൻ പ്ലീസ്. ബിനുവേട്ടനോട് പറഞ്ഞോളാം. ഇല്ല എന്നെ ബിനിയോട്ടനായിട്ട് കണ്ടോളൂ പ്ലീസ്. അതെ കണ്ടോളൂ. നിങ്ങൾക്ക് എന്താ വിഷമം അതാദ്യം പറയും. അമ്മയ്ക്കൊരു ചെറിയൊരു പ്രശ്നം ഹോസ്പിറ്റലാ. അതിന് ബിനു ആണോ സഹായിക്കേണ്ടത്? ഞാനും ചെയ്യാം. അല്ലാതെ നമ്മള് അങ്ങനെ കാണരുത് പ്ലീസ്, അങ്ങനെ കാണരുത്. അല്ല കുട്ടി ഞാനെങ്ങനെ ചോദിക്കുക? എന്റെ ഞാൻ തരാം. വേണ്ട പ്ലീസ് അങ്ങനെ ഗൂഗിൾ പേ നമ്പർ ഇതാണ്. എന്നാലും ഇടരുത്. അസീസ് നെടുമങ്ങാട് 5000. ദൈവമേ, ഉറക്കമൊഴിഞ്ഞ് പരിപാടിയും ചെയ്ത് ഇക്കണ്ട സിനിമയും ചെയ്തുണ്ടാക്കുന്ന കാശൊക്കെ എങ്ങനെയാ പോകുന്നത് ഇപ്പൊ മനസ്സിലായ. ഒരു ചാരിറ്റി. അച്ഛൻ താവേ. ഓ പിന്നെ തെറ്റി കേറി വരുന്ന പറഞ്ഞു ഞാൻ പോണു. നീ പോയാലെങ്ങനെ? അതെങ്ങനെ എന്നെ ഇവിടെ നേരത്തെ പറഞ്ഞു വിട്ടല്ലോ. പിന്നെ ഇവിടെ കണ്ട പ്രശ്നമാവും. ഇവിടെ അതല്ലെന്ന് മറ്റേ ആള് വരത്തില്ല, പൈസ തരാന്ന് പറഞ്ഞ കിളവൻ. പുള്ളി വരുവടാ. പുള്ളി നമുക്ക് മാറിക്കാം. പോട്ടെ. ഓ ഇപ്പൊ ഇനി എന്ത് ചെയ്യും? ഹലോ ഒന്ന് അടക്കണ്ട. ഹലോ അതങ്ങ് പോട്ട്. ഹലോ നീ ഒരു കാര്യം ചെയ്യും. നിന്നെ കാണാവുന്ന വരുമ്പോ തന്നെ കിളവനില്ലേ, നീ പുള്ളിയെ വിളിച്ചിട്ട് പറ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വന്നാ മതി എന്ന് പറ. പുള്ളി വിളിച്ച് പറയാല്ലേ? നീ ഒന്ന് വിളിച്ച് പറ. ഹലോ അതെ ഇപ്പൊ വരണ്ട ഇങ്ങോട്ട്. അതെ ഞാൻ ഈ ബസ് സ്റ്റോപ്പിൽ വന്നിട്ടുണ്ട്. എന്റെ അച്ഛനെ പണി കൊടുത്തിട്ട് ഞാൻ അറിഞ്ഞാടാ ഇയാള് വന്ന് കേറി തരൂ. അതെ ആ വെള്ളം ചാടണം അവിടെ നിന്ന് മാറി നിൽക്കി. എന്താ സൗണ്ട് വ്യത്യാസം? ഹലോ എനിക്ക് കാണാനായിട്ട്. സാർ എവിടെയായി? ഞാനോ? ഞാൻ ബസ് സ്റ്റോപ്പിൽ. കിളവി എന്തേ കാണിക്കുന്നേ? ബസ് സ്റ്റോപ്പിലായി. എവിടെയാ കുട്ടി നിൽക്കുന്നേ? ഞാൻ സാറിന്റെ തൊട്ട് പുറകില്. കൊറേ നേരമായോ വന്നിട്ട്? എത്ര നേരമെന്നറിയാം ഞാനിവിടെ വന്നിട്ട്. അതെ എന്താ വിറക്കുന്ന പനിയുണ്ട്? അതല്ല സ്റ്റാർട്ട് ചെയ്യണ. അതായത് എനിക്ക് കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ അമ്മ പറഞ്ഞ ഇഷ്ടം മാറ്റി. പിന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. പിന്നെ ഞങ്ങൾ 3 മക്കളെ നിങ്ങൾ എന്തോ പേപ്പറിൽ നിന്ന് വെട്ടിയെടുത്തതാണ്. പിന്നെ ഞാനൊരു ഒറ്റയാനാണ്. ഒറ്റയാനെ ഞാൻ മയക്ക് വെടി വെക്കും താമസിക്കാതെ. നമുക്ക് ഇവിടെ നിന്ന് സംസാരിച്ചാൽ ശരിയായില്ല. കുറെ ആൾക്കാർ എന്നെ അറിയണവരിവിടെ വരും. നമുക്ക് എന്റെ ഫ്ലാറ്റിലേക്ക് പോയാൽ. ഫ്ലാറ്റോ? മഴ പെയ്തോ നെഞ്ചത്ത് ഇഡലി കുട്ടോ വെച്ചോണ്ടാ കിടക്കുന്ന വെള്ളം വീടായിരിക്കും ഫ്ലാറ്റ്. നമുക്ക് പിന്നൊരു ദിവസമായല്ലോ. ഈ എന്റെ ഏട്ടൻ ലൈനിലുണ്ടാതാ. ടൈമിംഗ് ഇല്ലാണ്ട് എന്തിനത് ഇങ്ങോട്ട് വന്നു? അതല്ലെന്ന് നമുക്ക് പിന്നെ പോയി. ഇപ്പൊ പോക്കോ ശരിയാവത്തില്ല. ഞാൻ ഭയങ്കര പ്രതീക്ഷയിലാണ്. എന്ത് ഇന്ന് വരുമെന്ന് പറഞ്ഞു സെറ്റ് ചെയ്തിട്ട് ഫുള്ള് സെറ്റാ. പിന്നെ കാണാം പ്ലീസ്. ഒരു കാര്യം ചെയ്യും, ഭർത്താവിന്റെ കൂടെ പോകുമ്പോഴേ ആ ടവർ ലൊക്കേഷൻ ഒന്ന് ഇട്ടേക്കണേ. അതെന്തിനാ? ഞാൻ ഓൺലൈനിൽ വരും. ഞാൻ ഓൺലൈനിൽ വരുമെന്ന്. ശരി എന്താ
വരുമെന്ന് എനിക്ക് ഇങ്ങനെ കാണിക്കാൻ അറിയാവുള്ളൂ. ഞാൻ അറിഞ്ഞ നിന്റെ അച്ഛൻ കയറി വരുമെന്ന്. നമ്പറാണ് പറഞ്ഞോളൂ, എന്റെ അച്ഛനാണ്. നിന്റെ അച്ഛൻ ഒരുപാട് നമ്പർ ഉണ്ട്, അതിൽ കുറച്ചാണ് കണ്ടത്. അച്ഛനൊറ്റ നമ്പറേ ഉള്ളൂ. ആര് പറഞ്ഞ നമ്പരേ ഉള്ളത്? പൈസ വല്ലതും തരുന്നുണ്ടോ? പൈസയാ? പൈസ ഒരു 5000, ഒരു 15000, പിന്നെ ഒരു 2000, മൊത്തം 17000 ഇട്ടിട്ടുണ്ട്. അങ്ങേർക്ക് പെൻഷൻ കിട്ടുന്ന കാശ് മൊത്തം നീ കൊണ്ടുവന്ന് തിന്നു അല്ലേ? അതിന്റെ ലോഹരി മകനും തിന്നുന്നുണ്ട്. എടാ ഈ എപ്പോഴാ നിന്നെ വിളിക്കുന്ന മൊത്തം? രാത്രി 12:30 കഴിഞ്ഞ് വെളുക്കെ കോഴി കൂവണം നിർത്തണം. രാത്രി വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടിട്ട് വയലിൽ പന്നിശല്യം ഉണ്ട്, പന്നിയെ പിടിക്കാൻ പോവാന്ന് പറഞ്ഞു പോകുന്നത്. ഇപ്പൊ മനസ്സിലായി ഏത് പന്നിയാ പിടിക്കാൻ പോകുന്നത്. എന്തായാലും എടാ അങ്ങേരെ അധികമായിട്ട് ഉറക്കൊഴിപ്പിക്കരുത്, ഷുഗറൊക്കെ ഉള്ള മനുഷ്യ ചത്തുപോകും. ഞാനത് ബ്ലോക്ക് ചെയ്തേക്കാം. ഞാൻ അറിഞ്ഞില്ലല്ലോ അത്. നമ്മള് എത്രയായാലും നമ്മള് ആത്മാർത്ഥ സുഹൃത്തുക്കളില്ല. ചെറുപ്പം കാലത്തുണ്ട്. എടാ എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്യും? നിനക്ക് വേണ്ടി ഞാനും ഉണ്ട്. അത് നീ പറയേണ്ട കാര്യം. ഒരുപാട് കിടന്നുണ്ട്, ഉറങ്ങി കിടന്നു. നീ എന്ത് പറഞ്ഞാലും ഞാൻ ഒരുത്തനെ കൊല്ലണം, ഇപ്പൊ കൊല്ലും. അതൊന്നും വേണ്ട. പിന്നെ നീ എനിക്കൊരു ഉപകാരം ചെയ്യൂ. എന്ത് ഉപകാരം പറയടാ. നിനക്ക് ഈ പെൺവേഷം കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇങ്ങനെ എനിക്ക് നിന്നെ കണ്ടപ്പോ എന്തോ ഒരു ഇത്. രാവിലെ Early the next morning. ആഹാ, നീ കുരുവികൾ വന്നിട്ടില്ല ഇവിടെ ഇന്ന്? രണ്ടുപേരും ഇല്ല. ആദ്യമായിട്ടാണ് ഈ ബസ് സ്റ്റോപ്പ് ഇങ്ങനെ കാലിക്കിടക്കാൻ കാണുന്നത്. ഇങ്ങോട്ട് വന്നടാ. എന്താ നിന്റെ ഒരു പതിവില്ലാത്ത ഒരു ആട്ടം? അല്ല ഞാൻ വെറുതെ ഇവിടെ വന്ന. ഞാൻ എന്റെ സുഹൃത്തിന്റെ കല്യാണത്തിന് പോയാണ്. അവന് ഭാര്യയൊന്നും ഇല്ലടാ, അവൻ ഒറ്റയായിട്ട് കുറെ ആയി. നിനക്ക് മനസ്സിലായ? ഇല്ല, ആളെ മനസ്സിലായില്ല. എടാ നമ്മുടെ അവിടെ തുണിക്കട നടത്തുന്ന മുതലാളില്ലേ, ഷിബു മുതലാളി. അയ്യോ അയാൾക്ക് 19 വയസ്സില്ല. പിന്നെ ഈ വയസ്സാം കാലത്ത് ആരും ഇല്ല സഹായിക്കാനായിട്ട്. പാവമല്ലടാ. ഭാര്യ മരിച്ചാണ്. അപ്പൊ ആ കല്യാണത്തിന് ഞാൻ പോവുകയാണ്. അതൊക്കെ ഭാര്യ മരിച്ചിട്ടാണെങ്കിലും പറയാം. ഓരോരുത്തരൊക്കെ കാണിച്ചു വിട്ടുന്ന കണ്ടാലേ. അല്ല ഭാര്യ മരിച്ചിട്ട് വേറെ കല്യാണം കഴിക്കണം. ഞാൻ പറയുമ്പോ ഇനി എങ്ങനെ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ സ്വഭാവം മാറും. ഇല്ല ഞാൻ കല്യാണത്തിന് പോയിട്ട് വരും. ഞാൻ പോവാ. പറഞ്ഞേക്കാൻ ഞാൻ. എന്നാൽ സ്ഥിരം പരിപാടിയാ ഷിബുന്റെ. എടാ ഷിബു, എടാ ഇന്നലെ ഇട്ട ഡ്രസ് നീ ഇതുവരെ മാറ്റില്ലയോ? ഞാനത് മാറ്റാൻ സമ്മതിച്ചില്ലെന്ന്. ആര് സമ്മതിച്ചില്ല? ഞാൻ വീട്ടിൽ ചെന്നിട്ട് 2 ഒന്നുകൂടെ അടിച്ചായിരുന്നു. എന്നിട്ട് ആ ഫോൺ എടുത്തിട്ട് വേറൊരുത്തനെ വിളിച്ചായിരുന്നു. വേറെ ആളെ വിളിച്ചാ? എന്നിട്ട് ഷിബു എന്ന് പറഞ്ഞ അവിടെ കട നടത്തുന്ന ഒരു കക്ഷിയില്ലേ, ആ കക്ഷിയുടെ വീട്ടിലോട്ടെ പുള്ളിക്ക് ആ രാത്രി എന്നെ കാണണമെന്ന്. എന്നിട്ട് ഞാൻ നല്ല പറ്റല്ലേ, ഞാൻ ചെന്ന് കേറി കൊടുത്തു. ഈ കോലത്തിലോ? നാട്ടുകാരി പിടിച്ച് അമ്പലത്തിൽ വെച്ച് കെട്ടിച്ചടാ. ശരി. അപ്പൊ ഇനിയുള്ള കാര്യം എന്തോ ചെയ്യും? ഞാനിപ്പോ ആലോചിക്കുന്ന ഈ സന്ധ്യ കഴിഞ്ഞാ ഞാൻ എന്തോ. എടാ ഇതാ പറയുന്നേ, ചട്ടനെ പൊട്ടൻ ചതിച്ചാൽ പൊട്ടനെ ദൈവം ചതിക്കുമെന്ന്. അപ്പം ഹാപ്പി മാരീഡ് ലൈഫ്. അതെ, നിന്റെ പ്രശസ്തുത വരനെവിടെ? വരുന്നു. അടിപൊളി. അപ്പം അളയാ പൊക്കോ, പോയി നീ അടിപൊളിയായിട്ട് പോയി എൻജോയ് ചെയ്തിട്ട് വാടി. ആദ്യം തന്നെ കമന്റ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ആർട്ട് ഡിപ്പാർട്ട്മെന്റിന് ഒരു കയ്യടി കൊടുക്കണം. നല്ല ഭംഗിയുള്ള ഒരു ബസ് സ്റ്റോപ്പ്, നല്ലൊരു ഗ്രാമാന്തരീക്ഷവും. അപ്പോൾ സ്കിറ്റ് നമ്മുടെ ചിത്തൻ ചേട്ടൻ പതിവിന് വിപരീതമായിട്ട് ഇന്ന് ഫീമെയിൽ വേഷത്തിലെത്തി. സാധാരണ വിരാജ് ചേട്ടനെയാണ് നമ്മൾ കാണാറ്. അപ്പോൾ സ്കിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു, ചിത്തൻ ചേട്ടന്റെ ഫീമെയിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് നമ്മുടെ കാര്യക്കാരോട് ചോദിക്കാം. നസീർക്ക, ആർട്ട് വർക്ക് നല്ലതായിരുന്നു. ആല് കൊള്ളായിരുന്നു, ബസ് സ്റ്റോപ്പും കൊള്ളായിരുന്നു. ബാക്കി ഇവർ ആ കണ്ടന്റ് എടുത്തത് അത്ര സുഖമായില്ല. നിങ്ങൾ കളിച്ചു, സംഭവം കളിച്ചു. എൻ്റെ ഒരു സജഷനാണ്, ഒരിക്കലും അത് അച്ഛനെ ആക്കണ്ടായിരുന്നു, അല്ല അമ്മാവനോ അല്ലെങ്കിൽ ബന്ധത്തിലുള്ള ആരെങ്കിലും ഒരു ക്യാരക്ടറാക്കിയാൽ മതിയായിരുന്നു എന്നൊരു തോന്നൽ. കാര്യം നമ്മൾ അച്ഛനെപ്പോഴും അച്ഛൻ തന്നെയാണല്ലോ. ചില അബദ്ധങ്ങളിൽ ചില പ്രായമുള്ളവർ ചെന്ന് പെടാറൊക്കെ ഉണ്ട്. നമ്മൾ കോമഡിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെങ്കിലും ആ ഒരു ഫീല് നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവിടെ നിന്നിട്ട് അച്ഛനാക്കാതെ അമ്മാവനോ അല്ലെങ്കിൽ അച്ഛൻ്റെ അനിയനോ വേറൊരാൾ, ഒരു ഔട്ട്സൈഡ് നിങ്ങളുടെ റിലേഷനിൽ പെട്ട ഒരാൾ ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് കളിക്കാമായിരുന്നു, ഫ്രീഡം കിട്ടിയേനെ. അത് വേണ്ടായിരുന്നെന്നാണ്. ആ ഒരു ക്യാരക്ടർ ഒന്ന് മാറ്റി പിടിച്ചിട്ട് നന്നായിരുന്നേനെ. പിന്നെ ഇതേ സെയിം തന്നെ ഒരു സാധനം ഇതിനു മുമ്പ് നിങ്ങൾ വേറൊരു പാറ്റേണിൽ ചെയ്തിട്ടുണ്ട്. ഈ റൂട്ടല്ല, ആ ഒരു ചിത്തം ചെയ്ത ആ ഒരു ക്യാരക്ടർ വെച്ച് ഒരുപാട് ചെയ്തെടുക്കാമായിരുന്നു. കാര്യം അങ്ങനെ ഒത്തിരി ട്രാപ്പിൽ പെടുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ ക്യാഷ് വഹിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്, ആണുമുണ്ട് പെണ്ണുമുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്കൊക്കെ പിടിച്ചു പോയിരുന്നെങ്കിൽ ഒരു ട്രാക്ക് കിട്ടിയേനെ. പിന്നെ തമാശയുടെയും കുറവുണ്ട്. പിന്നെ കുറച്ച് ചില സാധനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില സംഭവങ്ങളുണ്ട്. ആ ഫോണിൽ കൂടെ എന്നെ ആളെ വിളിച്ചിട്ട് പൈസ വാങ്ങിക്കുന്ന, അവരെ വിളിച്ചിട്ട് പൈസ വാങ്ങിക്കുന്ന, പാസീസ് ആണെങ്കിൽ അതിനോട് ജോയിൻ ചെയ്ത് ആ ഏരിയയൊക്കെ നല്ല രസമുള്ള ഏരിയ ആയിരുന്നു. അങ്ങനത്തത് മാത്രം നിങ്ങളൊന്ന് എയിം ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായതിനെന്ന് തോന്നുന്നു.
ഓക്കെ, അടുത്ത പ്രാവശ്യം ഒക്കെ റൂട്ടൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ. കാര്യം നമ്മൾ റൂട്ട് മാറ്റുന്നത് എപ്പോഴും നന്നായിരിക്കും. റൂട്ട് മാറ്റിയാൽ നിങ്ങളുടെ ആ യാത്രയ്ക്കൊരു സുഗമമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. കാര്യം നമ്മൾ പുതിയ 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 കണ്ടന്റുകൾ തപ്പിയെടുക്കുക. ഇതൊക്കെ നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു സാധനം എടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിക്കുന്നതായിട്ടുള്ള ഫീലിംഗ് ഒക്കെ തോന്നും നമുക്ക്. നമ്മൾ വേറെ ഏത് രീതി ചെയ്തത് മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ടാലും അത് എവിടെയെങ്കിലും ഒരു അടി വരും. വീണ്ടും കാണാം നമുക്ക്. നിങ്ങൾ പറയേണ്ട കാര്യം നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നവരാണ്. തുടങ്ങിയ കാലം തൊട്ട് ഇവിടം വരെ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഒരുപാട് പറയേണ്ട കാര്യമില്ലെങ്കിലും മനസ്സിലാക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു നസീർക്ക. ബിജുകുട്ടൻ ചേട്ടാ? എനിക്ക് തോന്നുന്നത് 3 പേരും നല്ല ലൈഫ് ഉണ്ടായിരുന്നു കളിയിൽ. നേരത്തെയൊക്കെ മറ്റുള്ള സ്കിറ്റുകളിൽ എനിക്ക് ചിത്തൻ വരുമ്പോൾ ഒരു പെണ്ണിൻ്റെ ഒക്കെ വേഷം കെട്ടി വരുമ്പോൾ ഭയങ്കര ലൗഡായിട്ടും ഭയങ്കര സ്പീഡുള്ള കളിയായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രേമിച്ച് എങ്ങനെ ഒരു ആണിനെ വശത്താക്കാം എന്നുള്ള രീതിയിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു കളിയായിരുന്നത്. മറ്റുള്ള ഒരു കാവടി പൊക്കിയിട്ട് ഇങ്ങനെ തുള്ളണോ കൂട്ടുള്ള കളികളാണ് നമ്മൾ നേരത്തെ കണ്ടിരുന്നത്. പക്ഷേ ഇതിപ്പോൾ നല്ല ലൈഫ് ഉണ്ടായിരുന്നു 3 പേരിലും. എനിക്ക് തോന്നുന്നു ഈ അസീസിനെ ഫോൺ ചെയ്യുന്നവരെയൊക്കെ ഭയങ്കര രസമുണ്ട്. അതിക്ക് ഉള്ളിലുള്ള തമാശ ഉണ്ടായിരുന്നു. ഇത് പെണ്ണാണ് ആണാണ് ഇത് പെണ്ണല്ല എന്നൊക്കെ അറിയുന്നൊരു ക്യൂരിയോസിറ്റി, അത് ഭയങ്കര രസമുണ്ടായിരുന്നു. നിങ്ങൾ പറയുന്ന ഞങ്ങൾ പ്രേമിക്കാൻ വന്നവരല്ല, ഞങ്ങൾ ഇങ്ങനെ ഒരു പുതിയ ബിസിനസ്സിൻ്റെ ട്രിക്കായിട്ട് ഒരു ബിസിനസ്സിനേക്കാണ് ഇതെന്ന് പറയുന്ന സംഭവം. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് അച്ഛൻ്റെ ലവിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ അച്ഛൻ്റെ ആ ഒരു പോർഷൻ വന്നപ്പോൾ അത് അവിടെ തൊട്ട് എനിക്ക് ഒരു വലിച്ചിൽ നന്നായിട്ട് ചടുലമായിട്ടുള്ള കളിയല്ലെങ്കിലും ലൈഫ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ കുറച്ച് വലിച്ചിൽ പോലെ എനിക്ക് തോന്നി. പിന്നെ ക്ലൈമാക്സോടെ വരുന്നത് ഒരേ രീതിയിൽ തമാശ കുറവും ഒരു വലിച്ചിലുണ്ടായിരുന്നു. അപ്പം നേരത്തെ പോലെ ഈ അസീസിനെ ഫോൺ ചെയ്യുന്നതിനൊക്കെ മുമ്പ് കളിച്ച ആ ഒരു പാറ്റേൺ നമ്മളെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിലേക്ക് ഇടണമെങ്കിൽ അതൊരു നല്ല പാക്ഡ് ആയിട്ടൊരു സാധനം ആയേനെ. കാരണം ക്ലൈമാക്സ് ഒക്കെ നന്നായിരുന്നു. എനിക്ക് ഇതാണ് പറയാനുള്ളത്, ആ ഒരു വലിച്ചിലുണ്ടായിരുന്നു, അത് അത്ര സുഖം ഉണ്ടായിരുന്നില്ല. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീരാക്കിയാൽ മതി. താങ്ക് യു ചേട്ടാ. അസീസിക്ക? ചങ്കളെ, ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റയിൽ തന്നെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലേ, രാത്രി ഉറങ്ങല്ലേ, നിങ്ങൾക്ക് സുഹൃത്തുക്കളുണ്ട് എന്ന് പറഞ്ഞാൽ കുറേ പരസ്യങ്ങൾ വരും, നമ്മളത് ആഡ് ചെയ്യണം അല്ലേ, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ കസ്റ്റമർ കെയറിൽ തന്നെ ഏതെങ്കിലും ആ വോയിസ് കേട്ടാൽ മതി ആ സ്ത്രീയുടെ പുറകെ പോകുന്ന ആ ഒരു കാലഘട്ടമാണ് നമ്മൾ നടക്കുന്നത്. അങ്ങനെ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സ്കിറ്റ് തന്നെയാണ് നിങ്ങൾ എടുത്തത്. പക്ഷെ നമ്മൾ കണ്ടന്റിൽ ഈ അതായത് ക്യാരക്ടറുകളെ പേസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ അവർ നേരത്തെ കറക്റ്റാണ് പറഞ്ഞതാണ്. കാരണം നമ്മൾ ഈ അച്ഛൻ എന്ന് പറയുമ്പോൾ നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിലൊരു നമുക്കൊരു അല്ലേ ഒരു വിഷമം, അത് വേണ്ടായിരുന്നു എന്ന് നമുക്ക് കറക്റ്റാണ് തോന്നുന്നു. കാരണം അച്ഛനും മകനും വേറൊരു സ്ത്രീയുമായിട്ടുള്ള ആ ഒരു ഇത് തോന്നുമ്പോൾ നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളായിരുന്നാലും നമുക്കൊരു ഇത് തോന്നും. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ അത് അമ്മാവനോ അളിയനോ മറ്റതോ കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരു ഫാമിലിയിൽപ്പെട്ട ഒരാളായിരുന്നുവെങ്കിൽ ഗിഴുതി നന്നായിട്ട് കളിക്കായിരുന്നു, കൗണ്ടറുകൾ കളിക്കായിരുന്നു, പോവുമായിരുന്നു. നല്ലൊരു ത്രെഡായിരുന്നു, നിങ്ങൾക്ക് കളിച്ച് കയറ്റാൻ പറ്റിയ ഒരു സ്കിറ്റായിരുന്നു. പക്ഷെ പെർഫോമൻസ് എല്ലാവരും അടിപൊളിയായിരുന്നു. എന്തായാലും അടുത്ത് മാറ്റി പിടിക്കാം. ഓക്കെ, അസീസിക്ക എങ്കിൽ നമുക്ക് മാർക്സും കൂടെ അങ്ങ് പറഞ്ഞു തുടങ്ങാം. അസീസിക്ക തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ 4000. ഓക്കെ, നസീർക്ക? ഞാൻ 4000. അപ്പം 8000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. ആൻഡ് ഫൈനൽ ബിജുകുട്ടൻ ചേട്ടൻ ദാ ഇപ്പൊ റിവീൽ ചെയ്യും. പിടിച്ചോ. 15,000 രൂപയാണ് ഈ ഒരു സ്കിറ്റിന് വേണ്ടിയിട്ട് ചിത്തൻ ചേട്ടന്റെ ടീം നേടിയിരിക്കുന്നത്. ചേട്ടാ, നമുക്ക് അടുത്ത വട്ടം വീണ്ടും കാണാം. അപ്പോൾ നമുക്ക് പഞ്ചടിക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ ഈ ഒരു തകർപ്പൻ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാര്യക്കാർ എൻജോയ് ചെയ്തില്ലേ? ബിജുകുട്ടൻ ചേട്ടൻ ചിരിച്ച് വെള്ളം കുടിക്കാറായി. ഇനി അല്പനേരം നിങ്ങൾക്കും ഞങ്ങൾക്കും വിശ്രമം എന്ന് പറയുന്ന പോലെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഓഡിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ നിങ്ങള്. അപ്പൊ ഇനി അങ്ങോട്ട് വരുന്ന കുട്ടന്മാരെ എല്ലാ ടൂർണമെന്റും തകർക്കാൻ ചാമ്പ്യന്മാരായിട്ട് ഇനിയും വരത്തില്ലേ? അടിപൊളി. അപ്പൊ എന്താ, നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരേക്കും ദിസ് ഈസ് മീനാക്ഷി സുധീർ സൈനിങ് ഓഫ് ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.